1,00,000 കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. ബാറുകളുടെ സമയമാറ്റത്തിൽ ഉറച്ച സർക്കാർ. സമയമാറ്റത്തിൽ LDF-നും UDF-നും ഒരേ നിലപാടെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. സമയമാറ്റത്തെക്കുറിച്ച് പ്രതിപക്ഷം ഇങ്ങോട്ടേക്ക് നിലപാട് അറിയിക്കുകയാണ് ചെയ്തത്. രഹസ്യമായ ഒരു നിലപാട് പറയുകയും പിന്നീട് പരസ്യമായി മാറ്റി പറയുന്നത് മാന്യതയല്ലെന്നും മന്ത്രി പറയുന്നു. പ്രതിപക്ഷത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു വിഷയത്തിലൊരു നിലപാടെടുത്താൽ ആ നിലപാട് പരസ്യമായി പറയാനുള്ള സത്യസന്ധതയും മാന്യതയും ധൈര്യവും കാണിക്കണം. രഹസ്യമായിട്ടൊരു നിലപാട് പറയുക, പരസ്യമായിട്ട് പിന്നെ അതിനെ തള്ളിപ്പറയുക എന്നത് അങ്ങേയറ്റം സത്യസന്ധമല്ലാത്തൊരു നിലപാടാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായിട്ട് അറിഞ്ഞു, ബാറുകാർ പറഞ്ഞാണ് അറിഞ്ഞത് എന്നുള്ളത്. ബാറുകാരും പ്രതിപക്ഷവും തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. പ്രതിപക്ഷ നിലപാട് ഇങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് എന്ന് അറിയിക്കുകയാണ് ചെയ്തത്. അതേസമയം ബാർ സമയമാറ്റത്തെ വിമർശിച്ച് കലാകാരന്മാരുടെ സംഘടനയായ കേരള ആർട്ടിസ്റ്റ് ഫ്രറ്റേണിറ്റി രംഗത്തെത്തി. ഇത്രയും ചെയ്യുന്ന സ്ഥിതിക്ക് 12 മണി വരെ ബാറ് വരുന്ന സ്ഥിതിക്ക് എൻ്റെ ഒരു 45 വർഷത്തെ കലാകാരനായി ജീവിക്കുന്ന ഒരുപാട് പേരുടെ അന്നം മുട്ടുന്ന ഒരു കാര്യമാണ്. ഒരു 12 മണി വരെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിനെക്കൊണ്ട് ഒരുപാട് പേർക്ക് ജീവിതമാർഗ്ഗമുള്ളൊരു സംഭവമാണ് ഈ ഗാനമേള. 12 മണി വരെ നമുക്ക് നീട്ടിക്കിട്ടി കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് കലാകാരന്മാർക്ക് അതൊരു വലിയ കാര്യമാണ്. കലാകാരന്മാർക്ക് മാത്രമല്ല, സൗണ്ടിൻ്റെ ആൾക്കാരും എത്രയോ മുടക്കിയിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഒരു വശത്ത് സാമ്പത്തികമായുള്ള നേട്ടമായിരിക്കാം ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ കലാകാരന്മാർ നമ്മളുടെ ഒരു അസറ്റ് തന്നെയല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടെ എന്തെങ്കിലും ഏത് ഗവൺമെൻറ് ആയാലും ചെയ്യണമെന്നാണ് ഞാൻ പറയുക. കടൂരിൽ നിന്ന് അജീഷ് ജയകുമാർ, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് എന്നിവർ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം അജീഷിലേക്കാണ്. അജീഷ്, കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പ്രതിപക്ഷത്തിന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹത്തെ മന്ത്രി വിളിച്ചിട്ടില്ല, ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ താൻ ഇന്നലെ പറഞ്ഞത് അത് അതുപോലെ തന്നെ ആവർത്തിക്കുകയാണ് മന്ത്രി ഇന്നും, അല്ലേ? ഈ സമയക്രമം രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ ആക്കിയതിൽ ആദ്യം പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എക്സൈസ് മന്ത്രി MB രാജേഷ്. അദ്ദേഹം പ്രതിപക്ഷവുമായി കൂടിയാലോചിച്ച ശേഷം വളരെയധികം ആലോചിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു സമയമാറ്റം അത് തീരുമാനിച്ചത് എന്നുള്ളതാണ് എക്സൈസ് മന്ത്രി പറഞ്ഞത്. ഈ എക്സൈസ് മന്ത്രി കഴിഞ്ഞ ദിവസം ഈ ബൈറ്റ് തന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് ശേഷം VD സതീശൻ പറഞ്ഞത് താൻ എക്സൈസ് മന്ത്രിയെ വിളിച്ചിട്ടില്ല, ഈ ബാർ ഉടമകൾ അങ്ങനെയാണ് ഈ സമയമാറ്റത്തെക്കുറിച്ച് തനിക്ക് അറിയാവുന്നത്, ഭീഷണിപ്പെടുത്തേണ്ട തുടങ്ങിയ കാര്യങ്ങളായിരുന്നു VD സതീശൻ പറഞ്ഞത്. ഇതിന് പിന്നാലെ വീണ്ടും നമ്മൾ എക്സൈസ് മന്ത്രിയോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ ഈ നേരത്തെ തന്നെ VD സതീശനുമായി ഇക്കാര്യം ഫോണിൽ സംസാരിച്ചിരുന്നു. UDF-നും LDF-നും ഇക്കാര്യത്തിൽ ഒരേ നിലപാട് തന്നെയായിരുന്നു എന്നുള്ളത് തന്നെയാണ് എക്സൈസ് മന്ത്രി ഉറച്ചു പറയുന്നത്. കാരണം ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുത്താൽ ആ നിലപാട് രഹസ്യമായിട്ട് ഒരു നിലപാടെടുത്താൽ അത് പരസ്യമായി പറയാനുള്ള ഒരു ധൈര്യം കാണിക്കണം, ഒരു ആർജവം കാണിക്കണമെന്ന് ആണ് പ്രതിപക്ഷത്തോടും കോൺഗ്രസിനോടും എക്സൈസ് മന്ത്രി പറയുന്നത്. ബാറുകാരും പ്രതിപക്ഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് തനിക്ക് അറിയില്ല. അവർ തമ്മിൽ സംസാരിച്ച കാര്യം അവർ തന്നെ വെളിപ്പെടുത്തട്ടെ എന്നാണ് എക്സൈസ് മന്ത്രി പറയുന്നത്. സമയമാറ്റത്തെക്കുറിച്ച് പ്രതിപക്ഷം ഇങ്ങോട്ടാണ് നിലപാട് പറഞ്ഞത് എന്നാണ് എക്സൈസ് മന്ത്രി ഇപ്പോൾ വിശദീകരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അതേ കാര്യം, അതായത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളത്, അതായത് കഴിഞ്ഞ വർഷം 14 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് 95 ഉയർത്തുകയും അവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ബാറുകളുടെ പ്രവൃത്തി സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെ ആക്കുകയും ചെയ്തു. അത് ക്രമീകരിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിന് പെട്ടെന്നെടുത്ത ധൃതിയിലെടുത്ത തീരുമാനമല്ല, വളരെ കൂടിയാലോചിച്ച ശേഷം വിദഗ്ധരുമായി അടക്കം ചർച്ച ചെയ്തതിന് ശേഷം വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടി ഗുണകരമാകുന്ന ഒരു തീരുമാനമാണ്, നയപരമായ ഒരു തീരുമാനമാണ് എടുത്തത് എന്നുള്ളതാണ് എക്സൈസ് മന്ത്രി പറഞ്ഞത്. അതിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണയും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അതിനെ എതിർക്കുകയാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഇപ്പോഴും ചെയ്യുന്നത്. അതേസമയം ഈ ബാർ സമയമാറ്റത്തെ വിമർശിച്ച് കലാകാരന്മാരുടെ സംഘടനയായ കേരള ആർട്ടിസ്റ്റ് ഫ്രറ്റേണിറ്റിയും രംഗത്ത് വന്നിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി നിഖിൽ പ്രമേശ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. നിഖിൽ, നമുക്കറിയാം ഇപ്പോൾ ഈ ഗാനമേളയ്ക്കൊക്കെ ഒരു സമയക്രമം ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ ബാറുകൾക്ക് നൽകുന്ന ഈ ഒരു ഈ പറയുന്ന സമയക്രമം മാറ്റമൊക്കെ അത് ഗാനമേളക്ക് കൂടി അല്ലെങ്കിൽ കലാകാരന്മാർക്ക് കൂടി വേണമെന്നാണോ അവർ പറയുന്നത്? എന്തായിരുന്നു അവരുടെ പ്രതികരണം?
അമൃത, കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി ഇപ്പോൾ ഈ സമയമാറ്റത്തിൽ അവർ കഴിഞ്ഞ കുറേ അധികം കാലമായി 10 മണി വരെയാണ് സാധാരണഗതിയിൽ വേദിയിൽ ഇത്തരത്തിലുള്ള പൊതുപരിപാടികൾക്കുള്ള അനുമതിയുള്ളത്. അതിനുശേഷം പരിപാടി നടത്തിയാൽ സംഘാടകർക്കെതിരെ കേസെടുക്കുക, അങ്ങനെയുള്ള പലവിധ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പലകുറി ഈ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരും സാംസ്കാരിക വകുപ്പിനും ഒക്കെ പരാതി നൽകിയിട്ടുള്ളതാണ്, നിവേദനം നൽകിയിട്ടുള്ളതാണ്. തങ്ങൾക്ക് അല്പം കൂടി സമയം നീട്ടി നൽകണം, 12 മണി വരെ അനുവദിക്കണമെന്നുള്ള ആവശ്യം പലകുറി ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഈ പരിപാടി 10 മണിക്ക് ശേഷം നീളുകയാണെങ്കിൽ അവിടെ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്, കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ ഇപ്പോൾ ബാറുകൾക്ക് 12 മണി വരെ പ്രവർത്തിക്കാമെന്ന് അറിയിക്കുമ്പോൾ പോലും തങ്ങൾക്ക് അതിനുള്ള അനുമതി നൽകുന്നില്ല എന്നുള്ള വലിയ പരാതിയും വിമർശനവും ഒക്കെയാണ് ഇപ്പോൾ കലാകാരന്മാരുടെ സംഘടന പൊതുവിൽ പങ്കുവെക്കുന്നത്. അവർ പറയുന്നത് ഒരു പരിപാടി കണ്ടു നിന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള അക്രമവും അവിടെ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതേസമയം ഇത്തരം വേദികളിലേക്ക് മദ്യപിച്ച ആളുകൾ എത്തുമ്പോഴാണ് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശ് ഉള്ളേരി അടക്കം വിശദീകരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഒരിക്കൽ കൂടി സംസ്ഥാന സർക്കാരിന് ഒരു പരാതി നൽകാനാണ് ഈ സംഘടനയുടെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.